ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് തയ്യാറാക്കണം. 3/4 കപ്പ് ഫ്ലോർ, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീനായ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് മിക്സ് നല്ലപോലെ തന്നെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത ശേഷം സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റിഫാകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമാക്കിയിട്ട് ബീറ്റ് ചെയ്യട്ടോ. ക്രീം സ്റ്റിഫായെന്ന് തോന്നിയാൽ ഓവർ ബീറ്റ് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ലൂസായി പോവുകയാണ് ചെയ്യുക. ക്രീം നല്ലപോലെ തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഇനി കേക്ക് 3 ലെയറായി കട്ട് ചെയ്ത ശേഷം ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ശേഷം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ശേഷം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇങ്ങനെ മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്ത് കേക്ക് ഫില്ല് ചെയ്തെടുക്കുക. ഇനി കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത ശേഷം ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിലേക്കുള്ള ഗനാഷ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഒരു നോർമൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് ടിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കേക്കിൻ്റെ 4 വശവും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ക്രീമിൽ ഡാർക്ക് ഗണാഷ് ഒഴിച്ച് കേക്കിൽ ഞാൻ റോസറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റോസറ്റിൻ്റെ സൈഡിലായിട്ട് ചെറിയ സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ഈ ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്റ്റാറിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോളൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.